ഒരു പാനിപ്പൂരി വിൽപ്പനക്കാരന് 40 ലക്ഷം രൂപ സമ്പാദ്യമോ? തമിഴ്നാട്ടിലെ ഒരു പാനിപ്പൂരി വിൽപ്പനക്കാരന് 40 ലക്ഷം ഓൺലൈൻ പേയ്മെന്റുകൾ ലഭിച്ചതിനു ശേഷം GST നോട്ടീസ് ലഭിച്ചതായി ഒരു വൈറൽ സ്റ്റോറി പ്രചരിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്ത്യ ടുഡേയുടെ വസ്തുതാ പരിശോധനയിൽ ഇതൊരു ഹോട്ടൽ ഉടമസ്ഥനാണെന്നും നോട്ടീസിന്റെ ടു അഡ്രസ് ആരോ മാറ്റി ഓൺലൈനിൽ പ്രചരിപ്പിച്ചതായി കണ്ടെത്തി. GST നിയമങ്ങൾ അനുസരിച്ച് പ്രതിവർഷം 40 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള ഏതൊരു ബിസിനസ്സും രജിസ്റ്റർ ചെയ്യുകയും നികുതി അടയ്ക്കുകയും വേണം. ഈ കഥ എങ്ങനെ വൈറലായി എന്നതാണ് രസകരമായ കാര്യം. പ്രൊഫസർമാരുടെ ശമ്പളവുമായി താരതമ്യപ്പെടുത്തി ഒരു പാനിപ്പൂരി വിൽപ്പനക്കാരന് ഇത്രയധികം സമ്പാദിക്കാൻ കഴിയുമോ എന്നത് ആളുകളെ ഞെട്ടിച്ചു. തെരുവ് ഭക്ഷണ കച്ചവടക്കാർക്കെതിരായ നമ്മുടെ ചിന്താഗതിയാണ് ഇത് തുറന്നു കാട്ടുന്നത്. കോർപ്പറേറ്റ് ജോലികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കച്ചവടക്കാർക്ക് സ്ഥിരമായ കസ്റ്റമേഴ്സും അവരുടേതായ സമയക്രമീകരണങ്ങളും ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ ചെറിയ ബിസിനസ്സുകളെ നിന്ദിക്കുന്നത് നിർത്തി അവ എന്തെന്ന് കാണാൻ തുടങ്ങിയാൽ യഥാർത്ഥ പഠന സാധ്യതയുള്ള നിയമാനുസൃതമായ സംരംഭങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.